തരുൺ 6 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പം ഓസ്ട്രേലിയ മെൽബണിലേക്ക് മടങ്ങിപ്പോവാണ്. തരുണും കുടുംബം ഇവരെല്ലാവരും നമുക്കൊരു കുടുംബം പോലെ വളരെ സന്തോഷമായിരുന്നു ഈ 6 മാസക്കാലം. തരുണിന് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ, അത് പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് തരുണിന് ഐ കോണ്ടാക്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നെയിം കോൾ റെസ്പോൺസ് ഇല്ലായിരുന്നു, പിന്നെ വൊക്കാബുലറി ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു. വേർഡ്സ് പറയെങ്കിലും അതിൽ സ്പേസ് വരും, ഒരു വലിയ വേർഡൊന്നും പറയാൻ പറ്റത്തേ ഇല്ല. ഒരു വേർഡ് തന്നെ 2-3 സ്പ്ലിറ്റ് ചെയ്തായിരുന്നു സിലബിൾസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വിത്തിൻ 3 months ആണ് ഷോക്കിംഗ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഐ തിങ്ക് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻറ്റൻസ് ഫ്രെയിമിങ്ങിലോട്ട് ഇവിടുത്തെ തെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പ് കാരണം പോയി. ഇപ്പം ടു എ പൊസിഷൻ അവൻ്റെ കാര്യങ്ങൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ ഇപ്പോൾ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലെ എനിക്ക് വെള്ളം വേണം, എല്ലാം വന്ന് നമ്മളോട് പറയും. അപ്പം ഇഷ്യൂസ് ഒന്നുമില്ല. ബൈക്ക് റൈഡിങ് അറിയത്തില്ലായിരുന്നു, ബൈക്ക് റൈഡിങ് എല്ലാം ഓക്കെ ആയി. ഹെയർ കട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതും ഓക്കെ. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് അച്ചീവ്മെൻറ്റ്സ് ആണ്. അതൊക്കെ സാധിച്ചത് ഇവിടെ വന്ന് ഇവിടുത്തെ തെറാപ്പിസ്റ്റിൻ്റെ എഫേർട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തെറാപ്പിസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ പില്ലേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലെ. അപ്പം ഇറ്റ്സ് ആക്ച്വലി എ ഹോം അവേ ഫ്രം ഹോം എല്ലാവർക്കും പാരൻസിന്. ഒരു നല്ല ഗുഡ് ഫീലാണ് അല്ലേ, ഗുഡ് അറ്റ് എവ്രി വൺ ഗുഡ് അറ്റ് ഹാർട്ട് ആയിരുന്നു. അപ്പം ആക്ച്വലി നമ്മളെല്ലാം കംഫർട്ടബിൾ ആക്കി, ആ കംഫർട്ട് സോണിൽ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കും, നോട്ട് ഡൗൺ ചെയ്ത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അച്ഛൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ഫീലിംഗ്, ഹോം അവേ ഫ്രം ഹോം സജില പറഞ്ഞ പോലെ അതുണ്ടായിരുന്നു. തെറാപ്പിസ്റ്റിൻ്റെ എഫേർട്ട്, ക്വാളിഫിക്കേഷൻ, അതുകൂടാതെ ഡെഡിക്കേഷൻ. ഞാൻ കേട്ടിടത്തോളം അവരുടെ ഡെഡിക്കേഷനാണ് ഇവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് പത്രത്തിലെ ആ പരസ്യം വഴിയായിരുന്നു അറിഞ്ഞത്. അപ്പോൾ ഞാൻ പല സ്ഥാപനത്തിനോടും സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ളൊരു ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് ഞങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഒരു കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. 6 to 7 months ആയി. ദിസ് ഇസ് 7th month ആക്ച്വലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ ഇനി നിന്നാൽ കൊള്ളാം. എനിക്കറിയാം കുറെ കൂടി അവൻ കമ്മ്യൂണിക്കേറ്റീവ് ആവുമെന്ന്. പക്ഷെ നമ്മുടെ ടൈം ഇഷ്യൂസും നമുക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ അതർവൈസ് എല്ലാം കൊണ്ടും എല്ലാ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഇല്ല. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓവറോൾ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു. അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഒത്തിരി ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. നിങ്ങൾ ഈ ഒരു 7 മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷം. Bye bye. See you.